യുഡിഎഫിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇടതു നേതൃത്വം. കണക്കുകൾ നൽകിയ ആത്മവിശ്വാസത്തിൽ എൽഡിഎഫ് അണികൾ. വിജയമുറപ്പിച്ച 50 സീറ്റും ഒപ്പം 22 സീറ്റും നേടിയാൽ തുടർഭരണം ഉറപ്പിക്കാമെന്നും ഇടതുമുന്നണി വിലയിരുത്തൽ. യുഡിഎഫിന് വിജയം പ്രഖ്യാപിച്ച് സർവേകളും പ്രവചനങ്ങളും നിറയുമ്പോൾ കണക്കുകൾ വിലയിരുത്തി ആത്മവിശ്വാസം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം. കീഴ്ഘടകങ്ങളിൽ നിന്നും കൃത്യമായ സ്ക്രൂട്ടിനി നടത്തിയ കണക്കുകൾ സൂക്ഷ്മ വിശകലനം നടത്തിയാണ് ഇടതുമുന്നണി നേതൃത്വം വിജയപ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇടതുമുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള 50 സീറ്റുകൾ എടുത്തു കാട്ടിയാണ് ഇടതുപക്ഷം ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത്. ഈ 50 സീറ്റിൽ വിജയമുറപ്പാണ്. തുടർഭരണത്തിന് പിന്നീട് വേണ്ടത് 22 സീറ്റാണ്. ശക്തമായ പോരാട്ടം നടന്ന ഇടങ്ങളിൽ നിന്നും അത് സമാഹരിക്കാനും കഴിയും. യുഡിഎഫിന്റെ കണക്കുകൾ പുകമറയാണെന്നും എല്ലാ പഴുതുകൾ അടച്ചും കൃത്യമായി ജയസാധ്യതയുള്ളതുമായ സീറ്റുകൾ മാത്രം പരിഗണിച്ചാണ് ജയസാധ്യതയുള്ള സീറ്റുകൾ ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുള്ളത്. ഈ വിധത്തിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം എന്ന പ്രചരണത്തെ മറികടക്കുകയും അണികൾക്ക് ആത്മവിശ്വാസം പകരുകയുമാണ് എൽഡിഎഫ് നേതാക്കൾ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ച പിൻബലം ഇക്കുറിയും ആവർത്തിക്കുമെന്നും അതുവഴി ഭരണ തുടർച്ച ഉറപ്പാക്കാനാകുമെന്നുമാണ് എൽഡിഎഫ് നേതൃത്വം കരുതുന്നത്. ആകെയുള്ള 140 സീറ്റുകളിൽ ഭരണം ലഭിക്കാൻ വേണ്ടത് 72 സീറ്റാണ്. ഇതിൽ 50 സീറ്റ് ഏതു കൊടുങ്കാറ്റിലും പതറിപ്പോകാതെ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. മറ്റ് 90 മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ 22 സീറ്റ് ലഭിക്കാൻ എളുപ്പമാണെന്നും എൽഡിഎഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ വിധം കണക്കുകൾ വിലയിരുത്തിയാണ് ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തുറന്നടിച്ചത്. കനത്ത പോരാട്ടം നടന്ന നാദാപുരം, കൊയിലാണ്ടി, അരൂർ, നേമം, ഇരിഞ്ഞാലക്കുട, അമ്പലപ്പുഴ, അരുവിക്കര, പൊന്നാനി, പത്തനാപുരം തുടങ്ങിയ സ്ഥലങ്ങൾ ജയസാധ്യതയുള്ള 50 സീറ്റിൽ എൽഡിഎഫ് ഉൾപ്പെടുത്തിയിട്ടില്ല. മാണി കേരള കോൺഗ്രസ് ജയസാധ്യത പുലർത്തുന്ന മണ്ഡലങ്ങളും 50 സീറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്രത്തോളം ഉറപ്പുള്ളതും യുഡിഎഫിന് പോലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്തതുമായ 50 സീറ്റാണ് ഇടതുമുന്നണി വിജയത്തിന്റെ അടിസ്ഥാന ധാരയായി ഉയർത്തിക്കാട്ടുന്നത്. കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിൽ വലിയ ജയസാധ്യത CPM പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമെന്നും ഇവർ വിലയിരുത്തുന്നുണ്ട്. ഏവരും ഉറ്റുനോക്കുന്ന കണ്ണൂരിലെ പേരാവൂരിൽ നേരിയ ഭൂരിപക്ഷത്തിന് കെ ശൈലജ ടീച്ചർ അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയാണ് ഇടതുമുന്നണിക്കുള്ളത്. എന്നാൽ ഉറച്ച 50 സീറ്റിൽ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വടക്കൻ കേരളത്തിലെ കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ, കണ്ണൂരിലെ തലശ്ശേരി, കല്യാശ്ശേരി, ധർമ്മടം, പയ്യന്നൂർ, തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നിവയും കോഴിക്കോട്ടെ പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, ബേപ്പൂർ എന്നിവയും എൽഡിഎഫ് വിജയമുറപ്പിച്ച മണ്ഡലങ്ങളാണ്. അതേസമയം ജി സുധാകരൻ മത്സരിക്കുന്ന ആലപ്പുഴയിലെ അമ്പലപ്പുഴ സീറ്റിൽ കനത്ത മത്സരമാണുള്ളതെന്നാണ് CPM വിലയിരുത്തൽ. എങ്കിലും ഇവിടെ ജയസാധ്യത ഇടതുമുന്നണി തള്ളിക്കളഞ്ഞിട്ടുമില്ല. CPM ബന്ധം ഉപേക്ഷിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ആയിഷ പോറ്റി മത്സരിക്കുന്ന കൊട്ടാരക്കരയിൽ എൽഡിഎഫ് വിജയിക്കുമെന്ന ഉറപ്പാണ് ഇടതു നേതൃത്വത്തിനുള്ളത്. കൂടാതെ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നും ജയമുറപ്പായ 77 സീറ്റുകളുടെ ലിസ്റ്റും എൽഡിഎഫ് തയ്യാറാക്കിയിട്ടുണ്ട്. യുഡിഎഫിന് വിജയസാധ്യത പ്രവചിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കണക്കുകൾ ആഴത്തിൽ വിശകലനം ചെയ്ത് ഇടതുമുന്നണി നേതൃത്വം തയ്യാറാക്കിയ കണക്കുകളും തുടർഭരണ പ്രതീക്ഷകളും ഇടതുമുന്നണി പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നിട്ടുള്ളത്.